ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോ മൂവീസ് കണ്ട് അമ്പരന്ന് പോയ മലയാളികൾക്ക് പിന്നീട് ഇന്ത്യൻ സിനിമയിൽ കന്നഡ സിനിമയിൽ കൽക്കി പോലുള്ള സിനിമകൾ കണ്ട അമ്പരന്ന മലയാളികൾക്ക് ഇന്ന് അഹങ്കാരത്തോടുകൂടി ഏവരോടും പറയാം, ഞങ്ങൾക്കും ഉണ്ടടാ, ഞങ്ങളുടെ മലയാളത്തിനും ഉണ്ടടാ കിഡിലൻ സൂപ്പർ ഹീറോ മൂവി, കിഡിലൻ മാർവൽ മൂവി ഉണ്ടെന്ന് ധൈര്യമായിട്ട് പറയാം. ആ ലെവലിലാണ് ഡൊമിനിക് അരുൺ ലോക ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സീനും സിനിമ തുടങ്ങി തീരുന്നിടം വരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസും പെർഫോമൻസും തുടങ്ങി മ്യൂസിക്, എഡിറ്റിംഗ്, എല്ലാ വശങ്ങളും A to Z ബ്രില്യൻ്റ് ആയിട്ട് ചെയ്ത ഒരു സിനിമ. പടത്തിൻ്റെ ഓരോ വശങ്ങളും എടുത്തു പറയേണ്ടതാണ്. മെയിനായിട്ട് കൈയടിക്കേണ്ടത് ഡൊമിനിക് അരുൺ എന്ന ഇതിൻ്റെ സംവിധായകനെയാണ്. തരംഗ് എന്ന് പറഞ്ഞ പടത്തിന് ശേഷം, തരംഗ് ഒരു നൈസ് പടമായിരുന്നു, പക്ഷെ ആ സമയം ഇറങ്ങിയ കാലം ഇച്ചിരി പുറകിലായിപ്പോയി. അന്ന് ആ സിനിമ ആരും ശ്രദ്ധിക്കാണ്ട് പോയി. അതിനുശേഷം ലോകയിലൂടെ അയാളുടെ ബ്രില്യൻസ് എന്താ, അയാളുടെ റേഞ്ച് എന്താണെന്ന് അയാളെ തെളിയിച്ചു. ഡൊമിനിക് അരുണിനോടൊപ്പം തന്നെ നമ്മുടെ DQവിനോട്, വേഫറർ ഫിലിംസിലൂടെ ഈ പടം ജനങ്ങളിലേക്ക് എത്തിച്ച DQവിന് ഒരു സ്പെഷ്യൽ സല്യൂട്ട്. പടത്തിൻ്റെ ഓരോ വശങ്ങളും, സ്ക്രിപ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആക്ടേഴ്സിനെ കൈകാര്യം ചെയ്ത രീതിയാണെങ്കിലും എല്ലാം ബ്രില്യൻസ് ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയാം. ഡൊമിനിക് അരുണിൻ്റെ കഥ, ഡൊമിനിക് അരുണും ശാന്തി ബാലേന്ദ്രനും കൂടി ചേർന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കിടിലൻ സ്ക്രിപ്റ്റ്. ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് വേണ്ട എല്ലാ സെറ്റപ്പുകളും കഥ വൈസ് ആണെങ്കിലും ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും എല്ലാം ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൽ കല്യാണി പ്രിയദർശൻ്റെ ആ ക്യാരക്ടർ ചന്ദ്ര എന്ന് പറഞ്ഞ മെയിൻ സൂപ്പർ വുമൺ ആയിട്ടുള്ള ആ ക്യാരക്ടർ ഓരോ വശം കൊണ്ടും പെർഫെക്റ്റ് മാച്ചായിരുന്നു. ആദ്യം തന്നെ അവരുടെ ഫിഗറാണ്, ആ ഒരു നടത്തത്തിൽ പോലും ശരിക്കും നമ്മളൊരു മാർവൽ സീരീസ് ആ ഒരു ഫീലിലാണ് അതിൻ്റെ ഒരു നടത്തം പോലും, കാരണം അത്രയ്ക്കും ഒരു ഫിഗറുണ്ട്. രണ്ടാമത് എക്സ്പ്രഷൻ കൊണ്ടല്ല, അഭിനയം പക്കയായിട്ട് കലിപ്പ് വരേണ്ട അടുത്ത് കലിപ്പ്, ആ ആദ്യം മുതൽ അവസാനം വരെ കല്യാണി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ബ്രില്യൻ്റ് ആയിട്ടാണ്. പിന്നെ കല്യാണിയോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ ക്യാരക്ടറുകളും, അത് നസ്ലിൻ്റെ ആണെങ്കിലും ചന്തു സലീംകുമാറിൻ്റെ ആണെങ്കിലും, ഈ സിനിമ നല്ല സീരിയസ് ആയിട്ട് പോകുന്ന പടത്തിൻ്റെ അകത്ത് നമുക്ക് എൻഗേജ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ക്യാരക്ടറായിരുന്നു, ഫീല് തരുന്ന ക്യാരക്ടറായിരുന്നു നസ്ലിൻ്റെതും ചന്തു സലീംകുമാറിൻ്റെ. അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൂപ്പർ ഹീറോ പടത്തിൻ്റെ അകത്തൊരു ഫൺ ഫീല് തന്നത് അവരുടെ ക്യാരക്ടറായിരുന്നു, നല്ല രസമായിരുന്നു. അതോടൊപ്പം തന്നെ നിഷാന്ത് സാഗറിൻ്റെ ക്യാരക്ടർ, രഘുനാഥ് പലേരി, വിജയരാഘവൻ തുടങ്ങി കാമിയോസ് ആയിട്ട് വന്നവർ വരെ ഞെട്ടിച്ച് കളഞ്ഞു. ശരിക്കും തിയേറ്ററിൽ എണീറ്റ് നിന്ന് കൈയടിക്കാൻ പാകത്തിലുള്ള കിടിലൻ കാമിയോ റോൾസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് എടുത്തു പറയുന്നത് നിമിഷ് രവിയുടെ DOP. ഓരോ ഫ്രെയിമും ഇൻ്റർനാഷണൽ ലെവൽ ഫീല് തന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ കളറിങ്ങും. ബാംഗ്ലൂരിലാണ് ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം, ഒരു ലൊക്കേഷൻ തുടങ്ങി എല്ലാം, ഈ സിനിമയുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാംഗ്ലൂർ സിറ്റിയിൽ. അത് ഭയങ്കര ചേർച്ചയാണ് ഇതിൻ്റെ കഥയുമായിട്ട്. നമുക്കിതൊരു വിദേശ രാജ്യമാണെന്ന് നമുക്ക് തോന്നുള്ളൂ, ആ ലെവലിലാണ് ഇതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. ഓരോ സീനും, പ്രത്യേകിച്ച് നൈറ്റ് സീൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. നൈറ്റ് സീൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ്, നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതോടൊപ്പം തന്നെ ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, മാർവലസ് എഡിറ്റിങ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഗതിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നു. ഓരോ പടങ്ങളിലും ജേക്സ് ബിജോയ് ഇപ്പം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പടത്തിൽ ജേക്സ് ബിജോയ് ചെയ്തു വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് നോച്ച് ഐറ്റമാണ്. നമുക്ക് ആവേശം തരുന്നില്ല. പഴയ കാലമൊക്കെ പടത്തിൻ്റെ അത് കാണിക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഐറ്റമൊക്കെ. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫിലാണ് ജേക്സ് ബിജോയ് പൊരിച്ചടുക്കി. ഈ പടത്തിനകത്ത് ഒരുപാട് സീനുകൾ, സൗണ്ട് ഡിസൈനിൻ്റെ കാര്യം, ഡോൺ വിൻസെൻ്റ് ആണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ കാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള സൗണ്ട് ഡിസൈനിങ് ആണ് മൊത്തം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഇതിൻ്റെ അകത്ത് കിളിയേ കിളിയേ എന്നുള്ള പഴയ മലയാളം പാട്ടിൻ്റെ ഒരു റീമിക്സ് വേർഷനാണ് ഇടുന്നത്. നൈസായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പോസായിട്ട് ഒരു ഡോർ അടയ്ക്കാൻ നേരത്ത്, ആ ഡോർ അടച്ചു കഴിയാൻ നേരത്ത് പയ്യെ സ്ലോയിൽ നിന്ന് ആ പാട്ട് പൊങ്ങി വരുന്നൊരു സാധനമുണ്ട്. ആ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയ സീനിൽ പോലും സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കിടിലനാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് കണ്ണ് തള്ളിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പടമായിരുന്നു ലോക. ശരിക്കും സന്തോഷം തോന്നി. ഡൊമിനിക് അരുൺ ഇതിൻ്റെ
അടുത്ത ഭാഗങ്ങൾ ചെയ്യാൻ നേരത്തും ഇതേ ലെവലിൽ അല്ലെങ്കിൽ ഇതുക്കും മേലെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും വേഫറർ ഫിലിംസ്, താങ്ക് യു.